Okay, so നിങ്ങൾ കമ്മിറ്റി ഫോം ചെയ്തില്ലേ? Who are the readers? ഫോം ചെയ്തായിരുന്നു. സുധ, അതുപോലെ മുഹസിന, സ്നേഹ, ഫസീല, ജലീൽ അവരൊക്കെയാണ്. Okay. So please start with our prayer. ഇതൊരു മലയാളം പ്രേയറാണ്. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശനെ വാഴ്ത്തുവിൻ. Okay, that was very nice. നമ്മളുടെ ഓർമ്മകൾ കുറെ പുറകിലേക്ക് പോയോ. Okay, so what's next? Thought of the day. If you have a dream, never let go of it. Chase it till the end. നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഒരിക്കലും വിട്ടുകളയരുത്. അത് അന്ത്യം വരെ പിന്തുടരുക. സൈനിങ് ബൈ ജിഷാന. Okay, so where were we? Maria Montessori, right? Yes, ma'am. Once again. നമ്മൾ എവിടെയായിട്ടായിരുന്നു നമുക്ക് ഷെയർ ചെയ്യാം. എവിടം വരെ ആയിരുന്നു? ഒന്നും കഴിഞ്ഞിട്ടില്ല. ഒബ്സർവേഷൻ ആണ് മാം, നമുക്ക് അതിലൂടെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, ഒബ്സർവേഷൻ കഴിഞ്ഞോ അതോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളോ? ഒബ്സർവേഷൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു മാം, അങ്ങനെ അതിലൂടെ 5th വരെയുള്ളത് പറഞ്ഞായിരുന്നു. ഓക്കെ, സോ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആയ മറിയ മോണ്ടിസോറിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആക്ച്വലി കുറേ ഉണ്ട് അവരെ പറ്റി വായിക്കാനാണെങ്കിലും ഒക്കെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ലാസ്റ്റ് പ്രാക്ടിക്കൽ ബുക്ക് ഉണ്ട്, അപ്പാരറ്റസ് റെക്കോർഡ് ബുക്ക്, അതിലും അവരെ കുറിച്ച് എഴുതുന്നുണ്ട്. പിന്നെ മോണ്ടിസോറിയെ കുറിച്ച് മറിയ മോണ്ടിസോറിയുടെ കോട്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമുക്കൊരു അസൈൻമെന്റ് ബുക്ക് ഇനി വരുന്നുണ്ട്, സ്കൂൾ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസൈൻമെന്റ് ബുക്കാണ്. അത് പാർട്ട് 4, ഈ മോഡ്യൂൾ 1ന്റെ പാർട്ട് 4 ആവുമ്പോഴാണ് അസൈൻമെന്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതില് നമ്മൾ 10 ടീച്ചേഴ്സ്, വേൾഡ് ഫേമസ് ടീച്ചേഴ്സ് ആയിട്ടുള്ള 10 പേരെ കുറിച്ച് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. അതിലൊരാള് ഡെഫിനറ്റ്ലി മറിയ മോണ്ടിസോറി തന്നെയായിരിക്കണം. അപ്പൊ അങ്ങനെ പല ആക്ടിവിറ്റീസിലും നമ്മൾ അവരെ കുറിച്ച് കൂടുതലായിട്ട്
എഴുതാനായിട്ട് പോകുന്നത്. ഓൾറെഡി ഒരു യൂണിറ്റും നമുക്കുണ്ട്. ഓക്കെ, സോ മറിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻസ് ആണ് എഴുതിയിരിക്കുന്നത്. ലൈക്ക് കുട്ടികളിലും അഡൽട്സുമായിട്ട് നോക്കുമ്പോൾ അവര് കണ്ട ചില ഒബ്സർവേഷൻസ്, 5 ഒബ്സർവേഷൻ നമ്പർ ഇട്ടിട്ട് പലതും ഉണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് വരെയാന്ന് തോന്നുന്നു എടുത്തത്. അല്ല, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ വരെ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ ഇനി എടുക്കണം. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ വരെ എടുത്തത്. പല ബാച്ചിലുള്ളതാണ്. എനിക്ക് ഏത് ബാച്ചിന്റെ ആണ് പെട്ടെന്ന് ഓർമ്മ വന്നിരിക്കും. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നത്. ഓക്കെ, സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ കഴിഞ്ഞില്ല. റീഡിംഗ്, ഓക്കെ ഫൈൻ. Spontaneous self-discipline. Okay, so who will read? I will do, ma'am. Spontaneous self-discipline. The children that came to Casa di Bamni were children from the street. Nobody cured them. They were hot and cared for. Their parents were working and the aim was to keep their children off the street. But after some works, the children got used to this new mode of life. They helped and gave each other moral support. They were independent and could make their own decisions. They worked harmoniously in groups. സോ ഈ മോണ്ടിസോറി മെത്തേഡിലുള്ള ഒരു സ്കൂൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റലിയിലെ ഒരു സ്ലം ഏരിയയിലാന്ന് നമ്മൾ പറഞ്ഞു. അവിടുത്തെ കുട്ടികളുടെ പാരന്റ്സ് അവരുടെ ലീവ് കുട്ടിന് വേണ്ടിയിട്ട് കഴിഞ്ഞു പോകാനായിട്ട് നേരത്തെ ജോലിക്കൊക്കെ പോകണമല്ലോ. അപ്പൊ അവരങ്ങനെ പോകുമ്പോ ഈ കുട്ടികൾ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പൊ അവരെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതോറിറ്റീസ് മറിയ മോണ്ടിസോറി അപ്രോച്ച് ചെയ്തപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തൊരു സ്കൂളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാസ ഡി ബാംനി. അത് സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പൊ പല പല രീതിയിലും പല ഡീവിയേഷൻസും പല രീതിയിലുള്ള അഗ്രസീവ്നെസ് പല രീതി ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന കുട്ടികളായിരുന്നു. സോ അവരെ ടേക്ക് കെയർ ചെയ്യുക അതായിരുന്നു മറിയ മോണ്ടിസോറിയുടെ എടുത്തതാണ്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. പാരന്റ്സ് വർക്കിങ്ങിന് പോകുമ്പോൾ ഈ കുട്ടികളെ ഒന്ന് ടേക്ക് കെയർ ചെയ്യണം. സ്ട്രീറ്റിൽ നിന്നും മാറ്റി അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു വൾണറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് അവർ പോകാതെ, ചലഞ്ചിങ് ഏരിയ ആണിത്. പല ത്രെഡ്സും ഉണ്ടാവൂലേ അങ്ങനെയുള്ള സ്ട്രീറ്റ്സിലും സ്ലം ഏരിയാസിലും. അതിൽ നിന്നെല്ലാം ആര് ടേക്ക് കെയർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ആ ഒരു സ്കൂളിലേക്ക് അവർ വരുന്നു. പക്ഷെ ആദ്യമൊക്കെ അവർ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവും. കാരണം അവരുടെ റെഗുലർ ലൈഫിൽ നിന്ന് മാറിയിട്ട് ഒരിടത്ത് തന്നെ ഇരിക്കുന്നു, വേറെ എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു പുതിയ മോഡ് ഓഫ് ലൈഫ് അവരതുമായിട്ട് യൂസ്ഡ് ആവുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഒരു മ്യൂച്വൽ ലവ്, ചിലപ്പോൾ വഴക്കടിച്ചുകൊണ്ടൊക്കെ ഇരുന്നിരുന്ന കുട്ടികളായിരിക്കാം. മ്യൂച്വൽ ലവ്, മ്യൂച്വൽ സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് എല്ലാം അവര് പരസ്പരം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയി വന്നു. പിന്നെ ഇൻഡിപെൻഡന്റ് ആയി, അവരുടെ ഓൺ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ആയി. അവര് വളരെ ഹാപ്പി ആയിട്ട് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും അവിടെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ മോണ്ടിസോറിസ് വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ്. ഓക്കെ, മോണ്ടിസോറിയുടെ ആ ഒരു സ്കൂളിലെ പല കാര്യങ്ങളാണ് കൂടുതലായിട്ട് പറയുന്നത്. 1907 ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആദ്യമായിട്ട് ആ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു മോഡലായിരുന്നു ആ സ്കൂള്. മോണ്ടിസോറിസ് വർക്ക്സ് ആഫ്റ്റർ വേർഡ്സ്, അത് ഒന്ന് വായിക്കും. ഫസ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കാം. ഓക്കെ. Montessori opined that education is not something which the teacher does, but that it is a natural process which evolves spontaneously in the human being. It is not acquired by listening to words, but by virtue of experience in which the child acts
on his environment. The teacher's task is not to tag, but to prepare and arrange a series of motifs for culture activity in a special environment made for the child. ഓക്കെ, മോണ്ടിസോറി എക്സ്പ്രസീവ് ആണ്, അവരുടെ ഒരു ഒപ്പീനിയൻസ് എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ അല്ലെങ്കിൽ സ്പീക്ക് ഔട്ട് അവർ പറയുവാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യമല്ല. നമ്മുടെ സിസ്റ്റത്തിൽ കൂടുതലും ടീച്ചർ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ ആണ്. സ്റ്റുഡന്റ് ഓറിയന്റഡ്, സ്റ്റുഡന്റ് സെന്റേർഡ്, ടീച്ചർ സെന്റേർഡ് ആകാതെ സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം മാറണം എന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. അതൊരു നാച്ചുറൽ പ്രോസസ് ആയിട്ട് വരണം, പെട്ടെന്ന് തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകളിൽ വരേണ്ടതാണ്. ഇത് ഇറ്റ് ഈസ് നോട്ട് acquired by listening to words. എന്തെങ്കിലും ടീച്ചർ പറയുന്നത് ഒരു ലെക്ചർ നോട്ട്സ് പോലെ പറയുന്നു, അത് കേട്ടിട്ടാകരുത്. പലതും എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കണം. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല സബ്ജക്ട്സിനും പ്രാക്ടിക്കൽസ് കൂടുതലായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇപ്പം പ്രാക്ടിക്കൽസ് ആയിട്ടില്ലാത്ത ആർട്ട് സബ്ജക്റ്റുകളിലാണെങ്കിലും അതുപോലുള്ള ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് വരാറുണ്ട്. സയൻസ് ഒക്കെ ആവുമ്പോൾ ലാബ് ഉണ്ട്, പ്രാക്ടിക്കൽസ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. ആർട്ടൊക്കെ ആവുമ്പോഴേക്കും അതിൻ്റെതായ ഓരോന്നിനും ഓരോ രീതിയിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസോ അല്ലാതെയുള്ള ക്യാമ്പുകളോ അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട് എക്സ്ട്രാ ആയിട്ട്. ആ ഒരു എൻവയോൺമെന്റിൽ കുട്ടി വളരുന്ന വേർഡ്സ് ലിസൺ ചെയ്തിട്ടല്ല, അവൻ വളരുന്ന ആ ഒരു എൻവയോൺമെന്റ് ചെയ്ത് പലതും എക്സ്പീരിയൻസ് ചെയ്തിട്ടായിരിക്കണം. ടീച്ചറുടെ ജോലി ഒരു ലെക്ചർ നോട്ട് കൊടുക്കുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതല്ല, ഇതിന് വേണ്ടുന്ന എൻവയോൺമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണം. കുട്ടിക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസിന് അത് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഞാൻ വായിക്കട്ടെ മാം. At Casa di Bambini, the prepared environment gave the children what their home lacked. Montessori had great respect for her pupils and was continuously learning from them. They were free to explore their new environment and to pick and choose those things which they wanted to work with, thus fostering independence. She made many of her own materials and was continually experimenting, modifying and adapting things as the need arose. യെസ്, ഇപ്പൊ കാസ ഡി ബാംബിനി ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ്. അവിടെ കുട്ടികൾക്ക് വേണ്ടുന്ന പല ആക്ടിവിറ്റീസും വളരെയധികം മെറ്റീരിയൽസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോണ്ടിസോറി ഫസ്റ്റ് ഡിസൈൻ ചെയ്തത് തന്നെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടീച്ചർ ലേറ്റ് ആയി വന്നപ്പോഴേക്കും ഷെൽഫ് ഓപ്പൺ ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. കുട്ടികൾ അതെല്ലാം എടുത്ത് അൺഎക്സ്പെക്ടഡ്ലി ആയിട്ട് വന്ന ഒരു ഡിസ്കവറി ആയിരുന്നു അവിടെ. ശരിക്കും ആ ഫെസിലിറ്റേറ്ററുടെ പേര് കാൻറ്റിഡ എന്നായിരുന്നു. കാൻറ്റിഡ മറിയ മോണ്ടിസോറിയുടെ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ കാൻറ്റിഡ സാധാരണഗതിയിൽ മെറ്റീരിയൽസ് എല്ലാം ഷെൽഫിനകത്ത് വെച്ച് അടച്ചു വെക്കാറാണ് പതിവ്. അന്ന് ഈവനിങ് കാൻഡിഡ മറന്നു പോവാണ് ഷെൽഫ് അടയ്ക്കാനായിട്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കുകയാണ്. പിറ്റേന്ന് അവര് വരാനും ലേറ്റ് ആയി. അപ്പൊ അവര് വരുമ്പോ കണ്ട കാഴ്ച, കുട്ടികളെല്ലാം സമയത്ത് വന്നു, ഷെൽഫ് തുറന്നു കിടക്കുന്ന കണ്ടുകൊണ്ട് കുട്ടികളെല്ലാം ഈ മെറ്റീരിയൽസ് എടുത്ത് അവരുടെ വർക്ക്, അവരുടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കാൻഡിഡയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യം വരിക ചെയ്തത്. കാരണം കുട്ടികളെ ചോദിക്കാതെ എടുത്തു. കാരണം നേരത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഫെസിലിറ്റേറ്റർ ഷെൽഫ് തുറന്ന് മെറ്റീരിയൽ എടുത്ത് ഓരോരോ കുട്ടികൾക്ക് കൊടുക്കുന്നു. കുട്ടികൾ അത് ചെയ്ത് തിരിച്ച് വാങ്ങിച്ച് ഫെസിലിറ്റേറ്റർ ഷെൽഫിൽ വെക്കുന്നു. അന്ന് അങ്ങനെ അത് ഷെൽഫ് തുറന്നു കിടന്നായിരുന്നു. കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഓരോ മെറ്റീരിയൽസ് ആയിട്ട് എടുത്തു. അപ്പൊ അവിടെ ഫ്രീഡം ടു ചൂസ് അത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് മോണ്ടിസോറി കണ്ടെത്തി. പിന്നെ അത് മാത്രമല്ല, ഷെൽഫ് ക്ലോസ്ഡ് ആയിട്ടുള്ള ഷെൽഫ് വേണ്ട, കുട്ടികൾക്ക് എത്തുന്ന രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫുകൾ മതി എന്നുള്ള രീതിയിലേക്ക് ആയി. അപ്പൊ കാനഡയ്ക്ക് ദേഷ്യം വന്നപ്പോ മറിയ മോണ്ടിസോറി അവരെ പറഞ്ഞു മനസ്സിലാക്കി, ഇതൊരു ഡിസ്കവറി തന്നെയാണ്. കാരണം ഇനി നമുക്ക് ഓപ്പൺ ഷെൽഫ് മതി, കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യട്ടെ. അങ്ങനെയാകുമ്പോൾ അത് അവരുടെ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ, ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് അതിനനുസരിച്ച് നല്ല ബെറ്റർ ആയിട്ട് വരുന്നുള്ള രീതിയിൽ ഒരു ഫൈൻഡിങ് ആയിട്ട് മാറി. അങ്ങനെ ഓരോ ഇത് ഇൻസിഡൻസ് സംഭവിക്കുമ്പോഴും ഈ മെത്തേഡിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി തുടങ്ങി.
കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ട് അവർക്ക് ആ ഒരു ഫ്രീഡം കിട്ടുവാണ്. ഫ്രീഡം ടു ചൂസ്, ഫ്രീഡം ടു ഡു, റിപ്പീറ്റ് ദ ആക്ടിവിറ്റി, അങ്ങനെ പലതും. കുറെ മെറ്റീരിയൽസ് മോണ്ടിസോറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടിന്യൂസ്ലി എക്സ്പെരിമെന്റിലൂടെ കൂടുതൽ അതെല്ലാം മോഡിഫൈ ചെയ്യും, പിന്നെ ആവശ്യമുള്ളതൊക്കെ വീണ്ടും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ഇത്തിരി വലിയൊരു പാരഗ്രാഫ് ആണ്. ഓക്കെ, who will read? The work at San Lorenzo with slum kinds made method of Montessori very famous among parents and led to the establishment of the first training course in 1909. Seeing the people's interest in her philosophy and her education gathered momentum, she decided to set aside the rest of her life to spread the world of Montessori methods through lectures and teacher training courses around the world. As a result, private schools started being established in Europe and the US. Many countries formally adopted the method in their school system, and Montessori societies came into being throughout the world. The first international teacher training class was held in 1913. Also by 1913, by the interest in her method was at the pinnacle that were about 100 Montessori schools in US. Dr. Montessori was invited by the White House and made a speech to full capacity crowd at the Carnegie Hall in 1950. She demonstrated in classroom by 1960. Interest in the method decreased owing to differing educational philosophies in US and the inability to accept changes. In 1918, Dr. Montessori left as the US. Between 1914 and 1935, the Montessori method progressed in Europe, Spain, Australia, and Holland. She enjoyed support from Queen Margaret of Italy, Sigmund and Anna Frank, Gandhiji, Piaget, and later Mussolini. She established Association Montessori International in South America in 1929. Hitler and Mussolini were also Okay, fine. sorry ma'am. വലിയ പാരഗ്രാഫ് ആയിരുന്നു. സോ അത് അവരുടെ ആ ഒരു വർക്ക് സൈക്കിളും ഡെവലപ്മെന്റും പറയുമായിരുന്നു. അപ്പൊ സാൻ ലൊറാൻസോയിലാണ്, ആ സ്ലം ഏരിയയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ആദ്യം തുടങ്ങിയത്. അത് ഭയങ്കര ഫേമസ് ആയി. പാരന്റ്സിന് ഭയങ്കര, പാരന്റ്സ് കുട്ടികളെ കൊണ്ട് ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ വന്നപ്പോ കൂടുതൽ സ്കൂളുകൾ വേണം. കൂടുതൽ സ്കൂളുകൾ വേണമെങ്കിൽ കൂടുതൽ ഫെസിലിറ്റേറ്റേഴ്സ് വേണം. ഫെസിലിറ്റേറ്റേഴ്സിന് അങ്ങനെ അൺട്രെയിൻഡ് ആയിട്ടുള്ള ആരെയും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ ട്രെയിനിങ് എടുക്കുവാണ്. അതുപോലെ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് ട്രെയിനിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ് 1909. അപ്പൊ ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള മോണ്ടിസോറിയുടെ ഫിലോസഫി, അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെ ഗ്യാദർ ചെയ്തു. അങ്ങനെ പിന്നെ ഈ വേൾഡ് വൈഡ് അങ്ങനെ എല്ലായിടത്തും മറിയ മോണ്ടിസോറിക്ക് ചെന്ന് സ്കൂൾ നടത്താനും ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ അതിന് പറ്റുന്ന അവരെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സ് വേണമല്ലോ. അപ്പൊ അങ്ങനെ ആ ട്രെയിനിങ് അവര് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഈ ഒരു മെത്തേഡ് സ്പ്രെഡ് ചെയ്യണം വേൾഡ് വൈഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രെയിനേഴ്സും വേണം. അങ്ങനെ ലെക്ചേഴ്സ്, അതുപോലെ തന്നെ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സസ്, അങ്ങനെ അറൌണ്ട് ദ വേൾഡ് അവരത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ പ്രൈവറ്റ് സ്കൂൾസസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. യൂറോപ്യൻ കൺട്രീസിലും US-ലും എല്ലാം മെനി കൺട്രീസ് ആദ്യം ഇത് അഡോപ്റ്റ് ചെയ്ത മെത്തേഡ് അവരുടെ സ്കൂളിലെ സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്തിരുന്നത്. മോണ്ടിസോറി മെത്തേഡ് കുറെ ഭാഗങ്ങളെല്ലാം അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് 1913 ആണ്. 1907 അവര് കസാഡി ബാംബനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 1909 ഇങ്ങനെ ഫസ്റ്റ് ട്രെയിനിങ് കൊടുക്കേണ്ടത് കാര്യം ഇമ്പോർട്ടൻസ് ആയിട്ട് വന്നു. ഒരു ഇന്റർനാഷണൽ ടീച്ചർ ട്രെയിനിങ് ക്ലാസ് ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ട് ചെയ്തത് 1913 1913 തന്നെ അവരുടെ മെത്തേഡ് അതൊരു ഹയസ്റ്റ് ലെവലിലേക്ക്, പിനാക്കിൽ ഒരു ഹയസ്റ്റ് ലെവലിൽ വരുവാണ്, ടോപ്പിൽ വരുവാണ്. ഏകദേശം 100 മോണ്ടിസോറി സ്കൂൾസ് US-ൽ തന്നെ തുടങ്ങി. അത്രയും ഹയസ്റ്റ് ടോപ്പ് ലെവലിലേക്ക് വരുന്നു.
മോണ്ടിസോറി വൈറ്റ് ഹൗസിലേക്ക് മോണ്ടിസോറിക്ക് ഇൻവിറ്റേഷൻ കിട്ടുവാണ്. ഒരു സ്പീച്ച് ചെയ്തു. ആ ഒരു വലിയൊരു ക്രൗഡിനെ കണി ഹോളിൽ വെച്ച് ഒരു വലിയൊരു ക്രൗഡിനെ ഫേസ് ചെയ്ത ഒരു സ്പീച്ച് ചെയ്തു. 15 അവരുടെ ഓരോ അച്ചീവ്മെന്റ്സ് ആണ് കേട്ടോ നെക്സ്റ്റ് പറയുന്നത് ഓരോ ഇയർലി ആയിട്ട്. പിന്നെ ഡെമോൺസ്ട്രേഷൻസ് ചെയ്തു 1915 1916 പിന്നെ എന്താ പറയാ, പലപ്പോഴും എന്തൊരു മെത്തേഡ് വരുമ്പോഴും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അതിനെ വീക്കാക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കും. അപ്പൊ 1916 അത് ഏതാണ്ട് ആ ഒരു ഇൻട്രസ്റ്റിംഗ് അതൊക്കെ കുറഞ്ഞു വന്നു. പല ചലഞ്ചസും പല ചേഞ്ചസും വന്നു. പലപ്പോഴും ഈ എഡ്യൂക്കേഷണൽ ഫിലോസഫേഴ്സ് പലരും ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി മോണ്ടിസോറിയുടെ പല മെത്തേഡ്സിനെ കുറിച്ച്. കാരണം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ റിവാർഡ്. അപ്പൊ നമുക്കും തോന്നും ഒരു കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ അപ്രൈസ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആണ് അല്ലെ അവൻ ചെയ്യുന്ന കാര്യം. ബട്ട് നമ്മൾക്ക് ആ അപ്രൈസിൽ ചെയ്യാം. ചെറിയ കുട്ടികളാകുമ്പോൾ ഒരു കുട്ടിയെ അപ്രൈസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് വോണ്ട് ഡിസ്റ്റർബ് ദ ഫീലിങ്സ് ഓഫ് അതർ ചിൽഡ്രൻ. മറ്റുള്ള കുട്ടികൾക്ക് ഫീൽ ആകുന്ന രീതിയിൽ നമ്മൾ ഒരു കുട്ടിയെ പ്രൊമോട്ട് ചെയ്യരുത്. അത് നമ്മൾ മാനേജ് ചെയ്യണം. നമ്മളൊരു അപ്രൈസിൽ കൊടുക്കുമ്പോൾ എവറിബഡി ഹാസ് ദാറ്റ് റൈറ്റ് ടു ഗെറ്റ് അപ്രൈസ്. ആ ഒരു രീതിയിൽ നമ്മൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. അതേസമയത്തിന് മുതിർന്ന ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഒരു കുട്ടി ഒരു സ്കോളർഷിപ്പിൽ ഒരു അച്ചീവ്മെന്റ് ചെയ്തു, അത് അസംബ്ലിയിൽ അനൗൺസ് ചെയ്യുന്നു, ആ കുട്ടിക്ക് ഒരു റിവാർഡ് കൊടുക്കുമ്പോൾ അത്രയും ഒരു ഫീല് വരില്ല. അതേസമയം ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു കുട്ടിയെ മാത്രം ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു, അപ്രൈസിൽ ചെയ്യുന്നു, മറ്റുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഫീല് വരും. അങ്ങനെ അവരുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ആ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. പലതും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. എനിവേ ഒരു 1914 and 1935 ഒക്കെ ആയപ്പോഴേക്കും മോണ്ടിസോറി മെത്തേഡ് വീണ്ടും പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങി. യൂറോപ്പ്, സ്പെയിൻ, ഓസ്ട്രേലിയ, ഹോളണ്ട് അവിടെയെല്ലാം. അതായപ്പോഴേക്കും നമുക്കൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ആ ഒരു കാര്യം ഒരു മോട്ടിവേഷൻ പോലെയാണല്ലോ. അപ്പൊ മോണ്ടിസോറി എൻജോയ്ഡ് സപ്പോർട്ട് ഫ്രം പലയിടത്തും രാജഭരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ. ക്യൂൻ മാർഗ്രിറ്റ ഇറ്റലിയിലെ അവരുടെ സപ്പോർട്ട് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാരണം ഒരു സ്ലം ഏരിയയിലും സ്പെഷ്യൽ കിഡ്സിലൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളും അറിയാം മോണ്ടിസോറിയുടെ മെത്തേഡ് കൊണ്ട് സംഭവിച്ചു. അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ചൈൽഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അവരുടെ കുറെ അത് സ്റ്റേജസ് ആയിട്ട് തന്നെ പ്രപ്പോസ് ചെയ്ത സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡ്, പിന്നെ ഗാന്ധിജി, പിയാഗെറ്റ്, അങ്ങനെ ലേറ്റർ മുസോളിനി, അങ്ങനെ പലരുടെയും സപ്പോർട്ട് മറിയ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഷീ എസ്റ്റാബ്ലിഷ് ദ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ ഇൻ സൗത്ത് അമേരിക്ക. അങ്ങനെ ഒരു AMI അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ ഇൻ സൗത്ത് അമേരിക്ക ഇൻ 1929. അപ്പൊ സപ്പോർട്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുറച്ച് നല്ല ലെജൻസ് ആയിട്ടുള്ള ആളുകളിൽ നിന്നെല്ലാം സപ്പോർട്ട് വന്നപ്പോഴേക്കും മറിയ മോണ്ടിസോറി അങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുവാണ് സൗത്ത് അമേരിക്കയിൽ 1929 AMI എന്ന് പറഞ്ഞ അസോസിയേഷൻ മോണ്ടിസോറി ഇന്റർനാഷണൽ. അപ്പൊ എല്ലായിടത്തും അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു മോണ്ടിസോറി മെത്തേഡ്. ഈവൻ ദോ വാറിന്റെ അതിന്റെ ലീഡേഴ്സായി നിന്നിരുന്ന ഹിറ്റ്ലർ, മുസോളിനി അവരെല്ലാവരും തന്നെ ഈ മോണ്ടിസോറിയുടെ മെത്തേഡിന് വളരെയധികം അട്രാക്റ്റഡ് ആയി എന്നാണ് തോന്നുന്നത്. 1934 മുസോളിനി മോണ്ടിസോറി സൊസൈറ്റി ഓഫ് ഇറ്റലി, ഇറ്റലിയിലെ പ്രഗത്ഭനായ ആളായിരുന്നു മുസോളിനി അതിന്റെ പ്രസിഡന്റ് ആവുകയാണ് ചെയ്തത്. മോണ്ടിസോറി സൊസൈറ്റി ഓഫ് ഇറ്റലി എന്നുള്ളതല്ല, ഇറ്റലിയിലാണല്ലോ ഇത് ആദ്യം തുടങ്ങിയത്. മോണ്ടിസോറിയുമായിട്ട് മുസോളിനിയുടെ ലീഡേഴ്സ് മുസോളിനിയുടെ ഫോളോവേഴ്സ് അങ്ങനെ കുറെ പേരുമായിട്ട് അങ്ങനെ ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ് ചെയ്തത് മോണ്ടിസോറിക്കും. കാരണം മോണ്ടിസോറി ശരിക്കും വാറിന് അഗെയിൻസ്റ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമുള്ള ഒരു ജനത ക്രിയേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മോണ്ടിസോറി ഇത് ചെയ്യുന്നത്. മുസോളിനിയുടെ പല ഫോളോവേഴ്സുമായിട്ടൊരു ക്ലാഷ്, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാറ്. അങ്ങനെ ജർമ്മനിയില് ഈ മെത്തേഡ് ബാൻ ചെയ്യുന്നു 1935 നാസി പോലീസ്. 1936 ഇറ്റലിയിലുള്ള സ്കൂൾസും ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ഇങ്ങനെ കാര്യം അവര് അട്രാക്റ്റഡ് ആയി സപ്പോർട്ട് ചെയ്തെങ്കിലും സംഭവം അവരുടെ എന്താ പറയാ രീതികൾക്ക്
ഒപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് മറിയ മോണ്ടിസോറി ചെയ്തത്. ആ 2 വേൾഡ് വാർ കണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് മനസ്സിലാക്കിയിട്ടാണ് മറിയ മോണ്ടിസോറി ഇങ്ങനെ ഒരു മെത്തേഡ് ഡിസൈൻ ചെയ്യുന്നത് തന്നെ. ശരിക്കും ചക്രവർത്തിമാരൊക്കെ എന്താണ്, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനുള്ള ഒരു യങ്ങസ്റ്റ് ജനറേഷനെ ഉണ്ടാക്കിയെടുക്കുക. ആ ഒരു ഉദ്ദേശത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർക്ക് കൂടുതൽ രാജ്യങ്ങൾ കോൺകർ ചെയ്യണം, അങ്ങനെ ഒരു ഉദ്ദേശത്തില്. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും മുസോളിനിയും ഹിറ്റ്ലറേയും പോലുള്ള ഒരാൾക്കാര് ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടില്ല എന്നുള്ള രീതിയിൽ തന്നെ 2 സ്ഥലത്തും ഇത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഇറ്റലിയിലെ സ്കൂൾസ് ക്ലോസ്ഡ് ആവുന്നു, ജർമ്മനിയിൽ ഇത് ബാൻ ചെയ്യുവാണ് ഈ മെത്തേഡ്. ഓക്കെ, നൗ മോണ്ടിസോറിയുടെ വിസിറ്റ് ടു ഇന്ത്യ ആണ് നെക്സ്റ്റ് പാരഗ്രാഫിലുള്ളത്. നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാൻ പറ്റുവാണെങ്കിൽ വിക്കിപീഡിയയിലൊക്കെ കുറെ കൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഒരു വേൾഡിൽ ഓരോ ചെയ്ത ഓരോരുത്തർ ട്രാവൽ ചെയ്തപ്പോഴും ഉണ്ടായ അനുഭവങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ അവരുടെ ബുക്സിലും ഉണ്ടാവും. ഈ ബുക്ക് ഓൺലൈനായിട്ട് റീഡ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗമൊക്കെ അതിന്റെ ഒരു ബ്രീഫിംഗ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് വായിക്കാനൊക്കെ പറ്റുമായിരിക്കും. ജസ്റ്റ് ട്രൈ. വിക്കിപീഡിയയിൽ തന്നെ കുറെ കിട്ടും അവരുടെ ത്രൂ ലൈഫ് സ്റ്റോറി തന്നെ കംപ്ലീറ്റ് ഫ്രം ബർത്ത് ടു ഡെത്ത്. ഓക്കെ, ഈ പാരഗ്രാഫ് ആരായിരിക്കും? ഇറ്റ് വാസ് ഇൻ 1939. ഞാൻ വായിക്കും. It was in 1939 that Montessori came to India to set up a training center and began a course. She spent the war years interned in India as an Italian national. She wrote several books in which the central elements were the care of infants and formulating an educational system which would ensure peace through moral reform. Her talks in India were compiled into many books and published under her name. In 1947, she was invited back to Italy to restart the movement. That year, she made her last visit to India also. In 1949, the 8th International Montessori Congress was held in Italy. ഓക്കെ, ഇപ്പൊ 1939 അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. കാരണം വേൾഡ് വൈഡ് അവർ ട്രാവൽ ചെയ്യുവാണ് ട്രെയിനിങ് സെന്റർ സ്ഥാപിക്കാനും അതുപോലെ തന്നെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഇന്ത്യയിൽ വന്ന ഇവര് കാര്യങ്ങളെല്ലാം ആ സമയത്ത് ഇന്ത്യയിലും പ്രശ്നങ്ങളുണ്ടല്ലോ, ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടും ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറെ ബുക്സ് ഇവര് എഴുതിയിട്ടുണ്ട്. ഈ കുട്ടികളെ എങ്ങനെ കെയർ ചെയ്യണം, അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെയാണ് ഇതിലൂടെയെല്ലാം പീസ്, കാരണം എല്ലായിടത്തും ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ നടക്കുവാണല്ലോ. അപ്പൊ പീസ് ആൻഡ് ഹാർമണിയാണ് ഇവർ എയിം ചെയ്യുന്നത്, സന്തോഷവും സമാധാനവും. അത് ഈ കുട്ടികളുടെ മോറൽ റീഫോം, അവരുടെ പേഴ്സണാലിറ്റി സൊസൈറ്റിക്ക് നല്ല രീതിയിലാകുന്ന രീതിയിൽ റീഫോം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി എങ്ങനെ പീസ്, അതാണ് അവരെല്ലാം ബുക്കിലും എഴുതിയിരുന്നത്. അവര് ഇന്ത്യയിൽ പല സ്പീച്ചുകൾ നടത്തിയതെല്ലാം അവരുടെ പേരിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പല ബുക്കിലായിട്ട്. 1947 അവർ തിരിച്ച് ഇറ്റലിയിലേക്ക് വീണ്ടും അവർക്ക് കോള് വരുവാണ്. ഈ മൂവ്മെന്റ് അവിടെ ബാൻ ചെയ്തല്ലോ, ഇറ്റലിയിലും അത് സ്കൂൾസ് എല്ലാം ക്ലോസ് ചെയ്തു, ജർമ്മനിയിൽ ബാൻ ചെയ്തു. സോ ഇറ്റലിയിലേക്ക് അവരെ വീണ്ടും തിരിച്ചു വിളിച്ചു, ഈ മെത്തേഡ് തന്നെ, ഈ മൂവ്മെന്റ് തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത്രയ്ക്ക് എഫക്റ്റീവ് ആയതുകൊണ്ടായിരിക്കാം അതോറിറ്റീസ് പിന്നെയും അത് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ആ സമയത്തും ഇന്ത്യയിൽ അവരൊന്ന് വിസിറ്റ് ചെയ്തിരുന്നു. 1949 8th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഗ്രസ് വാസ് ഒരു വലിയ സമ്മേളനം പോലെ ഇറ്റലിയില് സംഘടിപ്പിച്ചു. വേൾഡ് വൈഡിലെ എല്ലാ ആളുകളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോൺഗ്രസ്, ഒരു സമ്മിറ്റ് പോലെ നടത്തി. ഓക്കെ, അപ്പൊ അവരുടെ മെത്തേഡിന് എഗെയിൻസ്റ്റ് ആയിട്ടും വന്നു, ക്രിട്ടിസൈസ് ചെയ്തു, അങ്ങനെ പല രീതിയിലും വന്നു. എങ്കിലും പിന്നീട് അത് ആക്സെപ്റ്റബിൾ ആവുകയാണ് ചെയ്യുന്നത്. ആദ്യം ആക്സെപ്റ്റ് ചെയ്തു, പിന്നെ അവരുടെ പ്രോഗ്രസ്സില് ഈ പറയുന്ന ഭരണാധികാരികളുടെ പ്രോഗ്രസ്സിന് തടസ്സമാവുന്നുണ്ടപ്പോ അത് ബാൻ ചെയ്യുന്നു, നിർത്തലാക്കുന്നു, വീണ്ടും അവരെ വിളിക്കുന്നു പല കാരണങ്ങൾ കൊണ്ടും, അങ്ങനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതൊക്കെയാണ് നമ്മൾ കണ്ടത്. സോ ഡെഫിനറ്റ്ലി അവരെ തേടിയിട്ട് പല ബഹുമതികളും എല്ലാം വരാം അല്ലെ. നെക്സ്റ്റ് പാരഗ്രാഫ് അതാണ്. ആര് വായിക്കും? ഞാൻ വായിക്കാം മാം. Afterwards, many honors were to be
bestowed upon her. She lived to see her educational methods being accepted all around the world. She was nominated for the Nobel Prize 3 times and was a delegate to the UNESCO conference in Florence, Italy, 1950. She attended the 9th International Montessori Congress in London in 1951, training course in Australia, and lectures in Rome. She died of a cerebral hemorrhage in May 6, 1952, at the age of 82. Her son Mario and his children carried on the legacy of her work. Her home at Amsterdam was maintained as a memorial to her dedicated work and was run by her son. ഓക്കെ. സോ അതിനുശേഷം പല ഓണേഴ്സ്, ബഹുമതികളും അവരെ തേടി വന്നു. പല പൊസിഷൻസും അവർക്ക് കിട്ടി. ബിസ്റ്റോവ്ഡ്, അവർക്ക് പല ഓണേഴ്സ്, ബഹുമതികൾ കിട്ടി. അവർക്ക് പക്ഷെ അതിനോടൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരുടെ എഡ്യൂക്കേഷണൽ മെത്തേഡ് അങ്ങനെ ആക്സെപ്റ്റഡ് ഓൾ അറൌണ്ട് ദ വേൾഡ്. അതാണ് അവർക്ക് അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ഓണർ എന്ന് പറയുന്നത്. നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം അവര് നോമിനേറ്റഡ് ആയി. പിന്നെ യുനെസ്കോ കോൺഫറൻസിൽ ഒരു അവരെ ഡെലിഗേറ്റ് ആയിട്ട് അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അങ്ങനെ അവർക്ക് പല രീതിയിലും അവരെ ആക്സെപ്റ്റ് ചെയ്യുവാണ് എല്ലായിടത്തും വേൾഡ് വൈഡ്. 9th ഇന്റർനാഷണൽ മോണ്ടിസോറി കോൺഗ്രസ് 1950 ഇറ്റലിയിൽ വന്നു. അതിൽ അവർ പങ്കെടുത്തു. 1951 ലണ്ടനിൽ വെച്ച് അതിൽ അവർ പങ്കെടുത്തു. പിന്നെ ഒരു ട്രെയിനിങ് കോഴ്സ് ഓസ്ട്രേലിയ നടത്തി. റോമില് ലെക്ചേഴ്സ്, അങ്ങനെ അവരുടെ ആ എൻറ്റയർ ലൈഫ് ഇതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു. അങ്ങനെ 82ാമത്തെ വയസ്സിൽ അവർക്ക് ഡെത്ത് സംഭവിക്കുകയാണ്. സെറിബ്രൽ ഹെമറേജ്, ബ്രെയിനില് ബ്ലീഡിങ് അങ്ങനെ സംഭവിക്കുന്നു. അപ്പൊ അവർക്ക് മോനാണ് മറിയോ മോണ്ടിസോറി. ആ മോനും കുട്ടികളുമാണ് പിന്നീട് ഇവരുടെ വർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. ആംസ്റ്റർഡാമിലുള്ള അവരുടെ വീട് അതിനൊരു മെമ്മോറിയൽ ആയിട്ട്, അവരുടെ ഡെഡിക്കേറ്റഡ് വർക്കിന്റെ മെമ്മോറിയൽ ആയിട്ട് മകൻ, ഒരു ട്രസ്റ്റ് പോലെ മകനാണ് അത് റൺ ചെയ്ത് വരുന്നത്. ഇതാണ് മറിയ മോണ്ടിസോറിയുടെ ഒരു ലൈഫ്. അവരുടെ ത്രൂ ഔട്ട് ലൈഫ് അവര് സൊസൈറ്റി, വേൾഡിന് വേണ്ടിയിട്ട് അവരവരുടെ ലൈഫ് മുഴുവൻ സ്പെൻഡ് ചെയ്യുമായിരുന്നു ശരിക്കും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ശരിക്കും മാരി ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഇഷ്ടത്തിലായിരുന്നു. അതിലുണ്ടായ ഒരു മകനാണ് മറിയോ മോണ്ടിസോറി. അതാണ് അവരുടെ പാർട്ട്ണറെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മറിയോ മോണ്ടിസോറി ഇവരുടെ ആ ഒരു മെത്തേഡ് തന്നെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിലും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു മറിയോ മോണ്ടിസോറി. ഓക്കെ, സോ ദാറ്റ് വാസ് മറിയ മോണ്ടിസോറി. So it's our responsibility to take all this method what she had given to us, and we have to follow her, and we have to spread these method wherever we can. നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിൽ കൂടി, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മളുടെ വീട്ടിൽ ഒക്കെ നമുക്ക് ഈ പറഞ്ഞ മെത്തേഡ് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുട്ടികൾ, അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാകാം, ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് അവരുടെ കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണാം. ഈ നമ്മളുടെ വിഷൻ, നമ്മളുടെ സെൻസസ് എല്ലാം മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കണം എല്ലാം വർക്ക് ചെയ്യേണ്ടത്. നമ്മളിനി കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിന്റെ ലെവല് വേറെ ആയിരിക്കണം. നേരത്തെ കണ്ടിരുന്നതോ കേട്ടിരുന്നതോ പോലെ ആവരുത് എന്നുള്ള രീതിയിൽ. സോ ഈവൻ ദോ എനിക്ക് തോന്നുന്നു മിക്ക അമ്മമാരിലും പൊതുവെ ലേഡീസ് ഈ ഒരു അറിയാം മോണ്ടിസോറിയുടെ മെത്തേഡ് അറിഞ്ഞില്ലെങ്കിൽ കൂടിയും കുറെയൊക്കെ നിങ്ങളെല്ലാരും ഉണ്ടാവും, നമ്മളിലെല്ലാരും കാണും. നമ്മളുടെ വീട്ടിലെ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ മേ ബി അവരും ഈ ഒരു രീതിയിൽ പലതും സംസാരിച്ചിട്ടുണ്ടാവും. മെത്തേഡ് അറിഞ്ഞിട്ടാവണമെന്നില്ല. സോ ഇറ്റ് ഈസ് വെരി ഈസി ഫോർ അസ് ടു സപ്പോർട്ട് അവർ ചിൽഡ്രൻ. നമ്മൾ പ്രൊഫഷണലി അത് അറിയുന്നു എന്ന് മാത്രമേ ഉള്ളൂ മോണ്ടിസോറി മെത്തേഡ് അറിഞ്ഞു കഴിയുമ്പോൾ. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ചാപ്റ്റർ ഇത് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോണ്ടിസോറി മെത്തേഡ് നമ്മൾ കുറെ പറഞ്ഞു. ഈ മോണ്ടിസോറി മെത്തേഡും ട്രഡീഷണൽ മെത്തേഡും സാധാരണ സ്കൂളുകളിലുള്ള മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത്. ആക്ച്വലി അതൊരു പേജോ 2 പേജോ അത്രയും കണ്ടേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രം. മിസ്, അപ്പോ ഈ ചാപ്റ്ററിന്റെ നോട്ട് തരില്ലേ? ചാപ്റ്ററിന്റെ നോട്ട് തരില്ലേ? നോട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അല്ല, ക്വസ്റ്റ്യൻസ് പോലെ ഞങ്ങൾക്ക്
MCQ ആണോ? MCQ അല്ലാതെ വേറെ നോട്ടില്ല? ഇല്ലല്ലോ, അങ്ങനെ തരാറുണ്ടോ നിങ്ങക്ക്? അല്ല, ചോദിച്ചതാണ്. സാധാരണ നിങ്ങൾക്ക് ഈ PDF തരും. പിന്നെ ഞാൻ ഫ്രം ദ ബിഗിനിങ് ഫസ്റ്റ് ബാച്ച് തുടങ്ങി ഞാൻ കുട്ടികളോട് പറയുന്നത് ക്ലാസ്സിൽ ലെക്ചർ നോട്ട്സ് എഴുതണം, എന്നിട്ട് അത് ഇലാബറേറ്റ് ചെയ്ത് കീപ്പ് ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾക്ക് മാക്സിമം കിട്ടാവുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ എഴുതി വെക്കണം. ഇതൊരു റെഫറൻസ് ആണ്. അപ്പൊ എഴുതി വെക്കുമ്പോൾ നമുക്കൊരു ബുക്ക് ടെക്സ്റ്റ് വാങ്ങുന്നതിനേക്കാളും നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പൊ ക്ലാസ്സിൽ പല പല ഡിസ്കഷൻസ് വരുമ്പോൾ കുറെ പോയിന്റ്സ് വരും, അതെല്ലാം നോട്ട് ചെയ്ത് പോകണം. നമ്മളുടെ കയ്യിൽ നല്ലൊരു റെഫറൻസ്, നല്ലൊരു കണ്ടന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കും. എക്സ്ട്രാ നോട്ട്സ് അങ്ങനെ ഇല്ല കേട്ടോ. ആക്ച്വലി ഇറ്റ് ഇസ് ലൈക്ക് മോണ്ടിസോറി മെത്തേഡ് ഇറ്റ്സെൽഫ് ഇസ് ഓട്ടോ എഡ്യൂക്കേഷൻ. നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത്. ഓൺലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കുറെ കൂടെ ഒന്ന് ഡീപ്പായിട്ട് പോകുന്നത്. ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫെസിലിറ്റേറ്റർ ശരിക്കും ഞങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരു ബുക്കൊക്കെ തീർക്കുമായിരുന്നു. ദിവസത്തിന് മോർണിംഗ് ടു ഈവനിങ് ആണ്. ഒരു യൂണിറ്റ് അല്ല കേട്ടോ, ഒരു ബുക്ക്, ഒരു ടെക്സ്റ്റ് ഒക്കെ തീർക്കുമായിരുന്നു മാം. കാരണം കൂടുതൽ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് ലാസ്റ്റ് ഒക്കെ ആവുമ്പോഴേക്കും ഒരു ഹറി ബറി ആവും. അപ്പൊ ഒറ്റ ദിവസം അത് മാം ഒരു കോർണറിൽ ഒരു ചെയറിട്ടിരിക്കും, ഞങ്ങള് സർക്കിളിലിരിക്കും, ഞങ്ങൾ തന്നെ ക്ലാസ് എടുക്കും. സോ ദാറ്റ് വാസ് ദ മെത്തേഡ്. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇങ്ങനെ കുറെ കേൾക്കുമ്പോൾ കുറെ പോയിന്റ്സ് മനസ്സിലാവുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. ക്ലാസ് കോഴ്സ് കഴിയുമ്പോഴേക്കും നല്ലൊരു കണ്ടന്റ് ആയിരിക്കും അതിനകത്ത്. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ 3 ആണ്, പ്രാക്ടിക്കൽസ് ആണ്, നോ തിയറി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. സെക്കൻഡ് അടുത്ത യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അത് ക്ലിയർ ചെയ്തിട്ടാണ് പോവാം. Any doubts regarding records? എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരിക? ഒരു MCQ ക്വസ്റ്റ്യൻ എങ്ങനെയുള്ള ചോദ്യങ്ങളാവും വരിക? ഈ തരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണോ നമ്മൾ എക്സാമിന് ഉണ്ടാവുക? നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് MCQ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. ഞങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് വായിച്ചു തരാം. ഓക്കെ, ചെറിയ വ്യത്യാസം നമ്മളുടെ സെയിം തന്നെ പേപ്പറുകളിൽ ഉണ്ടാവും. നിങ്ങൾ ആദ്യം പഠിച്ച ഇത് ഞാൻ വായിക്കണം. ഫിസിക്കൽ ഡെവലപ്മെന്റ്, ന്യൂട്രീഷൻ, നഴ്സിംഗ് ആൻഡ് വെൽഫെയർ ഓഫ് പ്രീ സ്കൂൾ ചൈൽഡ്, ഞങ്ങളുടെ ഒരു പേപ്പറിന്റെ ഒരു സബ്ജക്റ്റിന്റെ പേര് അതായിരുന്നു. നമ്മളുടെ ആദ്യത്തെ യൂണിറ്റിലെ ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് അതുമായിട്ട് സിമിലർ ആയിട്ടുള്ളത്. ഞങ്ങൾക്ക് ടോട്ടൽ മാർക്ക് 100-ലാണ്. അതിന് എക്സാം ടൈം 2.5 മണിക്കൂറായിരുന്നു. അതിൽ 60 മാർക്ക് റിട്ടേൺ എക്സാമിനേഷനും ഈ പേപ്പറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽസ് ഉണ്ട്. 40 മാർക്ക് അതിനാണ്. ഈ പ്രാക്ടിക്കൽസ് ആണ് നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ടും ആക്ടിവിറ്റീസ് ആയിട്ടും ടീച്ചേഴ്സ് തരുന്നത്. ഓക്കെ, ഈ എക്സാം കഴിഞ്ഞിട്ട്, അതായത് മെയിൻ എക്സാം ലാസ്റ്റ് കഴിയുമ്പോൾ നമുക്കൊരു വൈവ സെഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്ത അസൈൻമെന്റ് ആക്ടിവിറ്റി റിലേറ്റഡും റെക്കോർഡ് എഴുതിയില്ലേ, റെക്കോർഡ് റിലേറ്റഡും ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും വൈവയിൽ ഉണ്ടാവുക. ഒരു 10 to 15-20 മിനിറ്റ്സ് ആയിരിക്കാം വൈവ, അതിൽ കൂടാൻ ചാൻസ് ഇല്ല. കാരണം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഞങ്ങൾക്കൊക്കെ 1 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടായിരുന്നു വൈവ. നമ്മള് ഗ്രൗണ്ട് ലെവലിലായിരുന്നു. ഓക്കെ, വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോ 6 ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഒരു പേപ്പറിന് ഞങ്ങൾക്ക് വരുന്നത്. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആണ്, 6 മാർക്ക്, 10 ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ നിങ്ങൾ ഈ പറയുന്ന പോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള രീതിയല്ല, ബട്ട് കണക്റ്റഡ് വിത്ത് ദി സബ്ജക്ട്. ഞങ്ങൾക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു.
അതായത് 100 കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ 100 പേരുടെ ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. If you are asked to present a thesis in a seminar on nutrition, including fruits and other vegetables, conducted at your school on the World Nutrition Day, what ideas would you include in it? Question ഇതാണ്, നിങ്ങളോട് നിങ്ങളുടെ സ്കൂളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ആ സ്കൂളിൽ ഒരു സെമിനാർ എടുക്കാൻ വേണ്ടി പറയുവാണ്. വേൾഡ് ന്യൂട്രീഷൻ ഡേയുടെ അന്നൊരു സെമിനാർ കണ്ടക്ട് ചെയ്യണം. ആ സെമിനാറിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷനെ കുറിച്ചാണ്. ഫ്രൂട്ട്സ് ആൻഡ് അതർ വെജിറ്റബിൾസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ന്യൂട്രീഷനെ കുറിച്ച് ഒരു സെമിനാർ സ്കൂളിൽ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം ഐഡിയാസ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും? ഇതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ ക്വസ്റ്റ്യന്റെ രീതി? ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെയല്ല വരിക. നിങ്ങൾക്ക് വരുന്നത് MCQ തന്നെയായിരിക്കും. എല്ലാ ടോപ്പിക്കുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള MCQ ആയിരിക്കും. പിന്നെ നമ്മൾ പല കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ അല്ലേ? ആൻസർ മാം ചോദിച്ച ക്വസ്റ്റ്യന്റെ ആൻസർ എനിക്കറിയണത് ഇപ്പൊ എനർജി ലെവൽ, മിനറൽസ്, വൈറ്റമിൻസ് ഇതൊക്കെയാണ്. അപ്പൊ ഇത് ഓപ്ഷൻ അല്ല, ഇത് റിട്ടൺ ആണ്. മീൻസ് പാരഗ്രാഫ് 100 വേർഡ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് വരുന്നത്. ഞങ്ങൾക്ക് വന്ന മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് അസൈൻമെന്റ് ആയിട്ട് തരും. അപ്പൊ നിങ്ങൾക്ക് റെഗുലർ കോഴ്സിന് പോകുന്ന മോണ്ടിസോറി എന്താണെന്നും മനസ്സിലാകും. നമ്മുടെ ഓൺലൈനിൽ നമ്മുടെ MCQ ആണ്. രണ്ടിന്റെ ബെനിഫിറ്റ്സും രണ്ട് രീതിയിലും, നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടാണ് എടുക്കുന്നതെങ്കിലും നമുക്ക് റെഗുലർ പോയതിന്റെ ഒരു ആ ഇമ്പാക്റ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ എനിക്ക് കിട്ടിയ പോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ അസൈൻമെന്റ് ആയിട്ട് തരും. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇല്ലേ, അതൊരു അസൈൻമെന്റ് ആയിട്ട് എഴുതാൻ പറയും. സാധാരണ റെഗുലർ ബാച്ചിന് കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ റിമോട്ട് കൺട്രോൾ ഓഫ് യുവർ ഹാപ്പിനെസ് should be in your own hand. If you get tensed up due to something said or done by others, it indicates that the remote control of your happiness is in others' hands. Add more things to the above statement. ഈ അസൈൻമെന്റ് കൊടുത്തിട്ട് പലരും സ്വന്തം എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത അസൈൻമെന്റ് എഴുതി, ചിലര് മറ്റുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് കണ്ട് അതുപോലെ എഴുതി, ചിലരല്ലാതെ എഴുതി അതിനെ ശരിവെക്കുന്ന രീതിയിൽ ശരിയാണ് നമ്മുടെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോള് അല്ലെ, നമ്മളുടെ ലൈഫിന്റെ ആർട്ടിസ്റ്റ് നമ്മൾ തന്നെയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അത് വരയ്ക്കാനുള്ള അധികാരം നമുക്കാണ്, ആ റൈറ്റ്സ് നമുക്കാണ്. വേറൊരാളുടെ കയ്യിൽ അത് വരയ്ക്കാനുള്ള ബ്രഷും പെയിന്റും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന തോട്ട്സ്, നമ്മുടെ കൺസെപ്റ്റ് എല്ലാം നമുക്ക് എഴുതാം. ഇനി ഏതെങ്കിലും ഇൻസിഡന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതണം. ശരിയാണ്, ഇങ്ങനെ ഒരു സംഭവം എന്റെ ലൈഫിൽ ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഹാപ്പിനെസ് ഞാനാണ് ഡിസൈഡ് ചെയ്യുന്നത്, വേറൊരാളല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ എപ്പോ ഹാപ്പി ആവണം, ഞാൻ എപ്പോ ഹാപ്പി ആവണ്ട എന്നുള്ളത് നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ ഫീലിങ്സ് എന്താണോ ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് തോന്നുന്നത്, ആ തോട്ട്സ് എല്ലാം നമുക്ക് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്, പലരുടെയും ആൻസർ പലതായിരിക്കും. അതിനകത്ത് ശരി തെറ്റെന്നുള്ളതല്ല ഉള്ളത്. വാട്ട് ഈസ് അവർ വ്യൂസ്, അതാണ് ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഉദ്ദേശം. നെക്സ്റ്റ്, ബിഹൈൻഡ് എവരി ഫെയിലിയർ there should be a hidden gain. നമുക്ക് പറയില്ലേ, ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. ഒരു ഫെയിലിയർ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എവിടെയോ ഒരു നമുക്കൊരു ഗെയിൻ, നമുക്ക് എന്തോ നേടാനുള്ളതും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. കാരണം മറിയ മോണ്ടിസോറിയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോ പലയിടത്തും അവര് തളർന്നു പോയിട്ടുണ്ട്, ആളുകൾ തളർത്തിയിട്ടുണ്ട്. ബട്ട് അവര് മെയ്ഡ് ഇറ്റ്, അവരെ മുന്നോട്ട് തന്നെ പോയി. അവരുടെ ഫോളോവേഴ്സ് കൂടി, അവരെ വീണ്ടും ഡിമാൻഡ് ചെയ്തു. വേണ്ടെന്ന് പറഞ്ഞവർ അവരെ വീണ്ടും തിരിച്ചു വിളിച്ചു അല്ലെ. ഇഫ് യു ക്യാൻ ഫൈൻഡ് ഇറ്റ്, യു ക്യാൻ മേക്ക് ഓൾ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്. നമ്മളുടെ എക്സ്പീരിയൻസ് എഴുതാം, വേറൊരാളുടെ എക്സ്പീരിയൻസ് എഴുതാം. വാട്ട് ഈസ് യുവർ വ്യൂ പോയിന്റ്, അതാ ചോദിച്ചിരിക്കുന്നത്. 100 കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ 100 പേരും അവരവരുടെ വ്യൂ പോയിന്റ് അല്ലേ എഴുതാം. ഓക്കെ
മിസ് കഴിഞ്ഞ ക്ലാസ്സിലെ ഹെലൻ കില്ലറിന്റെ ലൈഫ് സ്റ്റോറി പറയാൻ പറഞ്ഞായിരുന്നു. അതിപ്പോ സെമിനാർ ആയിട്ട് എടുത്തിരുന്നോ? ഇല്ല. പ്രിപ്പയർഡ് ആണോ? പ്രിപ്പയർഡ് ആണോ? ആരാ റെഡി ആയിട്ടുള്ളത്? ഇനി ഒന്ന് ഓർപ്പിക്കണേ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആ കമ്മിറ്റി ഫോർമേഷൻ പറഞ്ഞത്. ഞാൻ മറന്നു. ഞാൻ എവിടെ ക്ലാസ് നിർത്തി അതെന്നെ റിമൈൻഡ് ചെയ്യിക്കുക. എന്തെങ്കിലും ആക്ടിവിറ്റി നമ്മൾ ക്ലാസ് റൂം ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൈൻഡ് ചെയ്യിക്കുക. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിമൈൻഡ് ചെയ്യിക്കുക. പിന്നെ നമ്മൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ റീഡ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഓരോരുത്തരൊക്കെ ആയിട്ട്. ഇപ്പൊ 1, 2, 3 എന്ന് ഓരോരുത്തർക്ക് നമ്പർ കൊടുക്കുവാണെങ്കിൽ ഡബിൾ ആയിട്ട് ഞാൻ വായിക്കാം എന്ന് 3-4 പേര് ഒരുമിച്ച് പറയുന്നുണ്ടല്ലോ. ആ ടേൺ വരുന്നതിനനുസരിച്ച് ഓഡിയോ ഒന്ന് വായിച്ചാൽ മതിയല്ലോ. അത് ആ കമ്മിറ്റി ഒന്ന് സ്ട്രോങ് ആക്കുക കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നതാണ് ഞങ്ങൾക്ക്. വാട്ട് ആക്ഷൻ വിൽ യു ടേക്ക് ഇഫ് യു നോട്ടീസ് ചൈൽഡ് ബെഗിങ് അറ്റ് യുവർ വിസിനിറ്റി നിയർ ബൈ പ്ലേസ്? നമ്മുടെ നിയർ ബൈ പ്ലേസിൽ ഒരു കുട്ടികൾ ഇങ്ങനെ ചൈൽഡ് ബെഗിങ് കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പലർക്കും പല ആൻസർ ഉണ്ടാവും അല്ലെ, പല വ്യൂസ് ഉണ്ടാവും. ചിലരുടെ നേരിട്ട് ഇടപെടും, ചിലരുടെ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യും. സർവേ ചെയ്യണം, ഞാൻ അയച്ചു തരാം കേട്ടോ. ലാസ്റ്റ് വീക്ക് ഇത്തിരി തിരക്കായിരുന്നു. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഹൗ ജേർണലിസം ഹെൽപ്സ് ഇൻ ദ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് റൈറ്റ്. നിങ്ങൾക്ക് ചൈൽഡ് വെൽഫെയർ എന്നൊരു ടോപ്പിക് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഫസ്റ്റ് പാർട്ടില്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദാറ്റ്. ജേർണലിസം എങ്ങനെയാണ്, ജേർണലിസത്തെക്കാളും നമുക്ക് കൂടുതൽ പറയാം സോഷ്യൽ മീഡിയാസ്. ജേർണലിസം ഒരു മീഡിയ തന്നെയാണല്ലോ. അത് വുമൺ ആൻഡ് ചൈൽഡ് റൈറ്റ്സിന്റെ പ്രൊട്ടക്ഷന് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഇതൊന്നും ഞങ്ങൾ പഠിച്ച ടെക്സ്റ്റിൽ ഇല്ല ആക്ച്വലി. ബട്ട് സംഹൗ നമ്മൾ എന്തൊക്കെയോ മനസ്സിലാക്കി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതിൽ ഇതെല്ലാം വരുന്നുണ്ട്. ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങൾ ഇതെല്ലാം വരുന്നത്. സോ എന്തെന്നെയായാലും ഇത് കോഴ്സ് പഠിക്കുന്നവർക്ക് എക്സാം ടഫ് എന്നൊരു കാര്യം അവർക്ക് പറയാനില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇതിന് നമ്മൾ എഴുതി വെക്കുന്നത്. സോ അവിടെ എക്സാം ഈസി ടഫ് അതുമില്ല, റൈറ്റ് ഓർ റോങ് തെറ്റ ശരി അതുമില്ല. ആ ടൈപ്പാണ് മോണ്ടിസോറിയുടെ ക്വസ്റ്റ്യൻസ് വരിക. ഇപ്പൊ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ എങ്ങനെയാണ് റെഗുലർ ബാച്ചിന് വരാറ്? നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് മോക്ക് ആയിരിക്കും. ബട്ട് അതാണ് ഈ ക്ലാസ് നമുക്ക് മിസ്സായാലുള്ള ഒരു പ്രശ്നം. ഈവൻ ദോ മിസ്സായാലും റെക്കോർഡഡ് ക്ലാസ് കാണുക. അറ്റ്ലീസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടാണെങ്കിലും ഒന്ന് കാണുക. കാരണം കുറെ ഡിസ്കഷൻ, നിങ്ങൾ തന്നെ കുറെ കാര്യങ്ങൾ പറയും, അത് റിലേറ്റഡ് പലതും വരും. വൈവ കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെയായിരിക്കും. എനിക്കിപ്പോ 1.5 മണിക്കൂറായിരുന്നു വൈവ. ശരിക്കും നമ്മളായിട്ട് വട്ടം കറക്കിയായിരുന്നു വൈവയ്ക്ക്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളുടെ ഫെസിലിറ്റേറ്റർ അല്ല വരുന്നത്, വേറെ സെന്ററിൽ നിന്ന് ഫെസിലിറ്റേറ്റർ ആണ് ഞങ്ങൾക്ക് വന്നത്. സോ വൈവ അതിനനുസരിച്ച് ഭയങ്കര ടഫായിരുന്നു. നെക്സ്റ്റ് നമ്മളിപ്പം മറിയ മോണ്ടിസോറി ഇതിനകത്ത് പറഞ്ഞപ്പോ ഫ്രീഡം ഓഫ് ചോയ്സ്, കുട്ടികളുടെ ഫ്രീഡത്തെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു അല്ലെ. ഞങ്ങൾക്ക് വന്ന ചൈൽഡ് സൈക്കോളജിയിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദ ആബ്സെൻസ് ഓഫ് ഫ്രീഡം ഈസ് ദ മേജർ റീസൺ ബിഹൈൻഡ് ആങ്കർ ഇൻ ചിൽഡ്രൻ. കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു, അഗ്രസീവ് ആവുന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു, സാധനങ്ങൾ വലിച്ചെറിയുന്നു. അവർക്ക് ആ ഫ്രീഡം അവരെ നിഷേധിക്കുമ്പോൾ നോ എന്ന് പറയുമ്പോഴാണ് ഭയങ്കര പ്രശ്നം വരുന്നത്. അതേസമയം നമ്മളൊരു യെസ് പറയുമ്പോൾ ഇറ്റ് ഹാസ് മെനി പോസിറ്റീവ്നെസ്. യെസ് എവിടെ പറയണം എവിടെ പറയണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും ആലോചിച്ചല്ല ചെയ്യണം. ദാറ്റ് ഈസ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാ. ഫ്രീഡത്തെ കുറിച്ചായിരുന്നു അതിലെ ക്വസ്റ്റ്യൻ എല്ലാം മുഴുവനും തന്നെ. ഫ്രീഡം ഈസ് ദ എസെൻസ് ഓഫ് ലൈഫ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെന്റ്. ഫ്രീഡം ഈസ് എസെൻഷ്യൽ ടു ഫുള്ളി ഡെവലപ്പ് one's abilities. How much freedom will you allow to your students in your classroom? നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ക്ലാസ് റൂം, നമ്മുടെ കുട്ടികൾക്ക് എത്രമാത്രം ഫ്രീഡം, എങ്ങനെ ഫ്രീഡം നമ്മൾ പ്രൊവൈഡ് ചെയ്യും? പിന്നെ ജീൻ പിയാഗറ്റിന്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് കഴിഞ്ഞതാണോ, ക്ലാസ് എടുത്തതാണോ? എടുത്തോണ്ടിരിക്കും. യെസ്, അതിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജീൻ പിയാഗറ്റ് കോൾഡ് ചിൽഡ്രൻ ആസ് സ്മോൾ സയന്റിസ്റ്റ്. കുട്ടി ശാസ്ത്രജ്ഞന്മാരെന്നാണ് ജീൻ പിയാഗറ്റ് കുട്ടികളെ പറഞ്ഞിരുന്നത്. സബ്സ്റ്റാൻഷിയേറ്റ് യുവർ വ്യൂസ്
based on Piaget's findings on cognitive development in children. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിത്തൗട്ട് കോൺഫിഡൻസ് നത്തിങ് ഈസ് പോസിബിൾ. അല്ലെ? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമ്മൾക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ല. സോ ബേസിക് എയിം ബിഹൈൻഡ് ലേണിംഗ് വുഡ് ബി കോൺഫിഡൻസ് ബിൽഡിംഗ് എമംഗ് പീപ്പിൾ. സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില ടീച്ചർമാരെ കാണാറില്ലേ, അവർ ഭയങ്കരമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് കോൺഫിഡൻസ് ബിൽഡിംഗ്. വാട്ട് ഈസ് യുവർ വ്യൂ? നമ്മളോട് ആരെങ്കിലും നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 times എങ്കിലും മിനിമം ആ കാര്യം ചെയ്ത് കാണിക്കണം. ഒരു ഫോട്ടോയും കൂടെ എടുത്തു വെച്ചേക്കണം. സോ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. വാട്ട് ഈസ് യുവർ വ്യൂ? ഓക്കെ, സോ അങ്ങനെ കുറെ കാര്യങ്ങളായിരുന്നു. പിന്നെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അതിന് കുട്ടികൾ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കൈ കോർത്ത് പിടിച്ച് വട്ടത്തിൽ കളിക്കുന്നതാണ് പിക്ചർ. അത് വെച്ചിട്ടൊരു കൊച്ചു സ്റ്റോറി എഴുതാൻ അതായിരുന്നു പിക്ചർ. പിന്നെ the preschool would be the second home and the teacher would be the second mother there. Write your views. ഇത് നിങ്ങളുടെ നിങ്ങളിപ്പോ ഇവിടെ ഒരു 71 എന്ന് പറയാം, അത്രയും കുട്ടികളുണ്ട്, ട്രെയിനീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് റൈറ്റ് യുവർ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 72 പേരും എഴുതുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും അല്ലെ? നമ്മളുടെ തോട്ട്സ്, നമ്മളുടെ വ്യൂസ് ആണ് എഴുതുന്നത്. നമ്മളൊരു ടെക്സ്റ്റ് പഠിച്ചിട്ട് കാണാതെ എഴുതുമല്ല. അതാണ് മോണ്ടിസോറി എക്സാമിന്റെ ഒരു വ്യത്യാസം. അപ്പൊ ഞാൻ ഇതെല്ലാം അസൈൻമെന്റ് ആയിട്ട് 1 by 1 ആയിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് റെഗുലർ കോഴ്സും ആ ഒരു ഇത് കിട്ടും. നല്ല രീതിയിൽ തന്നെ വളരെ എന്താ പറയാ ലോയൽ ടു അവർ സെൽഫ്, നല്ല മാക്സിമം എഫേർട്ട് എടുത്ത് അത് നല്ല രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ക്ലാസ് എന്നുള്ളതിനേക്കാളും നമുക്ക് ഓഫ്ലൈനിൽ ഇരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും, മനസ്സിലാവും. ഓക്കെ, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിലൊക്കെ അതൊന്ന് ഷെയർ ചെയ്യാം. കാരണം നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ നമുക്ക് മാക്സിമം വൈപ്പ് ഔട്ട് ചെയ്യുന്ന രീതി വേണം നമുക്ക് മുന്നോട്ട് ക്ലാസ് കൊണ്ടുപോകാൻ. ക്ലിയർ ആയില്ലേ? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീരിയഡ് ഓഫ് ലൈഫ് ഈസ് നോട്ട് ദ ഏജ് ഓഫ് യൂണിവേഴ്സിറ്റി സ്റ്റഡീസ്. വലിയ ക്ലാസ്സിൽ യൂണിവേഴ്സിറ്റിയിലെ കാണുന്ന ഏജ് അല്ല, ബട്ട് ദ ഫസ്റ്റ് the period from birth to the age of 6. For what is the ഇത് ഡോക്ടർ മോണ്ടിസോറി പറഞ്ഞതാണ്. അതിനെ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മളത് കറക്റ്റ് പറഞ്ഞാണല്ലേ വരുന്നത്. കുട്ടി ജനിക്കുമ്പോ തുടങ്ങി 6 വയസ്സ് വരെ ക്രൂഷ്യൽ ടൈമാണ്. കുട്ടിയുടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. കുട്ടിയുടെ അമ്മയുടെ മോപ്പിനകത്തായിരിക്കുമ്പോ എല്ലാം ശരീരം എല്ലാം വളർന്ന് പുറത്തു വരുന്നു. അതിനുശേഷം കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇതെല്ലാം നടത്തുന്നു. അങ്ങനെ കുറേ ഡെവലപ്മെന്റ്സിന്റെ സ്റ്റേജസ് 6 years വരെ കോൺസെൻട്രേഷൻ കൂടുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, കുട്ടികളിലെ മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൈമറി ക്ലാസ് കുട്ടികളില് അതെങ്ങനെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കണം? മ്യൂസിക്കൽ ഇന്റലിജൻസ് നമുക്ക് സ്കൂളുകളിലെ മ്യൂസിക്കിന്റെ പീരീഡ് ഉണ്ടല്ലേ, ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ബട്ട് വി ക്യാൻ ഗീവ് ദം, ബട്ട് എവരിബഡി ഈസ് ഗെറ്റിംഗ് ദാറ്റ് പീരീഡ് അല്ലെ? അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ്, പിന്നെ ത്രൂ മ്യൂസിക് പല കാര്യങ്ങളും പഠിപ്പിക്കാം. നമ്മള് റൈംസ്, ആക്ഷൻ സോങ്ങിലൂടെ അല്ലേ കുട്ടികളിലെല്ലാം എത്തിക്കുന്നേ തുടക്കത്തില് അല്ലെ? അതാണ് ലെക്ചറായിട്ട് പോയി നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും മ്യൂസിക്കിനോട് ആ ഒരു ഏജിൽ ഭയങ്കര താല്പര്യമായിരിക്കും. ആ ഒരു റിതം പഠിക്കുന്ന ലേണിംഗ് പ്രോസസ്സിന്റെ റിതം അവർക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ പണ്ട് ടേബിൾസ് പഠിക്കുന്നത് ഒരു താളത്തിലല്ലേ, ഈവൻ തോ നമ്മുടെ ബോഡിയും കിടന്നിങ്ങനെ ആടും ആ ടേബിൾസ് പഠിക്കുന്ന സമയത്ത്. ഓർമ്മയുണ്ടോ? അല്ല, അപ്പൊ നമ്മൾക്കെല്ലാം ആ ഒരു റിതം ഉണ്ട്. ആ ഒരു റിതത്തിലാണ് നമ്മളുടെ ലേണിംഗ് പ്രോസസ് പോകുന്നത്. മ്യൂസിക്കൽ ഇന്റലിജൻസ് പ്രൈമറി ക്ലാസ് ചിൽഡ്രനിൽ
വളരെ സൂട്ടബിളുമാണ്. പല ഡെവലപ്മെന്റിനും അത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഇതൊക്കെ എഴുതാം. ടേബിൾസ് പഠിക്കാൻ, ആൽഫബറ്റ്സ് പഠിക്കാൻ, ലെറ്റേഴ്സ് പഠിക്കാൻ ഒക്കെ ഒരു റിഥം ഉണ്ട്. സോ വി ക്യാൻ യൂസ് മെനി മ്യൂസിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ആക്ഷൻ സോങ്, സ്റ്റോറി സോങ്, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതൊക്കെ പഠിപ്പിക്കാം. അങ്ങനെയൊക്കെ എഴുതാം. മനസ്സിലായില്ലേ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടതെന്നുള്ളത്? നിങ്ങൾ ഏതെങ്കിലും ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്നും കിട്ടില്ലായിരിക്കും ആൻസർ. ക്ലിയർ ആയില്ലേ? ഓരോ ചാപ്റ്ററിനും ഓരോ ഇതായിട്ട് എടുത്ത് എഴുതണം. അതായത് ഇപ്പോൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും ഒക്കെ ഓരോരോ ചാപ്റ്റർ ആയിട്ടല്ലേ പഠിക്കണേ. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിക്ക് 6 വയസ്സ് വരെയുള്ള സമയമാണ് കുട്ടിയുടെ ജീവിതത്തിലെ ഒരാളുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടം എന്ന് പറയുമ്പോൾ ഓരോ ചാപ്റ്ററിനും എടുത്ത് എഴുതേണ്ടി വരും. നമുക്ക് മനസ്സിലായത് വെച്ച് എഴുതേണ്ടി വരും. ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇത് മനസ്സിലാകാതെ നമ്മൾ മോണ്ടിസോറി മെത്തേഡ് നമ്മൾ പഠിച്ചു, നമ്മൾ വർക്ക് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതും കൂടി ആവുമ്പോ നിങ്ങൾ റെക്കോർഡും എഴുതി ഈ ഒരു അസൈൻമെന്റ്സും കൂടി കിട്ടുമ്പോഴേക്കും നമ്മളുടെ ക്രിയേറ്റീവ് തിങ്കിങ് നല്ല വൈഡ് ആവും. സോ നമ്മളുടെ മുന്നിൽ വരുന്ന 20 കുട്ടികളിലെ 20 ബിഹേവിയറും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് അസൈൻമെന്റ് ആയിട്ട് തരാന്ന് പറഞ്ഞത്. കുറേശ്ശെ ആയിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ബേർഡൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ. ഭാവങ്ങളൊക്കെ മടിയിലിരിക്കണ്ടാവും. പിന്നെ കുറെ അത് ആപ്ലിക്കേഷൻ, മോണ്ടിസോറി മെത്തേഡ്സിന്റെ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരു ബുക്ക് ഞങ്ങൾക്ക് സബ്ജക്ട് ഉണ്ടായിരുന്നു. വിച്ച് തിങ്സ് യു ഇൻക്ലൂഡ് ഇൻ മാത്തമാറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇഫ് യു ആർ ഇൻ ചാർജ് ഓഫ് ഹാൻഡ്ലിംഗ് 5-year-old ചിൽഡ്രൻ ഇൻ എ മോണ്ടിസോറി ഹൗസ്. മോണ്ടിസോറി ഹൗസ് എന്ന് ഉദ്ദേശിക്കുന്നത് മോണ്ടിസോറി സ്കൂളാണ്. സ്കൂൾ ഉപയോഗിക്കുന്നതിനേക്കാളും ചിൽഡ്രൻസ് ഹൗസ് എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ചിലപ്പോ ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കുട്ടികളെ മാത്തമാറ്റിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യിക്കാനായിട്ട് നമ്മൾ പല മെത്തേഡും ചെയ്തിട്ടുണ്ടാവും അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. നമുക്ക് അതൊക്കെ കൺസിഡർ ചെയ്താം. പിന്നെ 4-year-old കുട്ടികൾക്ക് വേണ്ടിയിട്ട് 20 അരിത്തമെറ്റിക്കൽ ആക്ടിവിറ്റീസ്, മാത്സിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെ ചെയ്യിക്കാം. കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള ലീഫ് എടുക്കാം, നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്നുള്ള സ്റ്റോൺസ് എടുക്കാം, പിന്നെ ബീഡ്സ് എടുക്കാം. അങ്ങനെ പല പല മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ആഡ് ചെയ്യാനായിട്ട് ഈ ബീഡ്സ് എടുക്കാം, കളർ ബീഡ്സ് സെലക്ട് ചെയ്യാം. പിന്നെ അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാമല്ലോ. പിന്നെ സ്റ്റിക്ക്, ചെറിയ സ്റ്റിക്ക് പോലെ ഉണ്ടാക്കിയിട്ട് അതെടുക്കാം, കൗണ്ട് ചെയ്യാനും ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും എടുക്കാം. അല്ലെങ്കിൽ ടോഫീസ് കൊടുത്തിട്ട് അങ്ങനെ അവരെ പഠിപ്പിക്കാം. അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഐഡിയകൾ മുഴുവൻ ചെയ്യാം. ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ട് പോയിട്ടല്ലായിരുന്നു ഞങ്ങൾ പരീക്ഷയ്ക്ക് പോയിരിക്കുന്നത്. വരുമ്പോ ഇങ്ങനെ കാണും, അപ്പൊ ഇരുന്നങ്ങ് എഴുതും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. മാം, നാളെ ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ടെൻഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. അപ്പൊ പിന്നെ അവര് ലെസൺ പ്ലാൻ തയ്യാറാക്കിയിട്ട് വരാൻ പറഞ്ഞു. ഏത് ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞോ? അവര് ലെറ്റേഴ്സ് ആൽഫബറ്റിക് ആണ് തന്നത്. അപ്പൊ അത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3 ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, കെയും എല്ലും എം. അപ്പൊ ഞാന് KLM KG സെക്ഷൻ LKGക്ക് ഒരു 10 days-ഉം 5 days UKGക്ക് എടുക്കാനാ പറഞ്ഞത്. 15 days ആണ് ഞാൻ ചോദിച്ചത്. കുഞ്ഞു കുട്ടിയുണ്ട്, കുട്ടിയുള്ളത് കൊണ്ട് അപ്പൊ 15 days പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ സാൻഡ് പേപ്പർ തയ്യാറാക്കി, പിന്നെ ചാർട്ടില് പിക്ചേഴ്സ് വെട്ടി ഒട്ടിച്ചു, പിന്നെ കുറച്ച് ആക്ഷൻ സോങ് എന്തെങ്കിലും എഴുതാന്ന് വിചാരിച്ചു. ക്ലാസ്സിൽ ഏറ്റവും നല്ലതായിട്ട് ഇതുവരെയും ടീച്ചിങ് പ്രാക്ടീസിന് പോയവരുടെ എല്ലാം ഒരു ഫീഡ്ബാക്ക് അതായിരുന്നു. ആക്ഷൻ സോങ് കുട്ടികൾക്ക് സ്റ്റോറിയെക്കാളും ആക്ഷൻ സോങ് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയെന്ന് പറയട്ടെ. മ്യൂസിക്കൽ നെക്സ്റ്റ് മൺഡേ തൊട്ട് ഞാൻ പോകണം. ഞാൻ ബഡ്സ് സ്കൂളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ട്രെയിനിങ്ങിന് പോകാൻ. ബഡ്സ് സ്കൂൾ ഉണ്ട് ഇവിടെ വീടിനടുത്തൊരു ബഡ്സ് സ്കൂൾ ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാന്ന് വിചാരിക്കണേ. നെക്സ്റ്റ് മൺഡേ തൊട്ട് പോയി തുടങ്ങും. അപ്പൊ ടീച്ചറുടെ അടുത്ത ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. ടീച്ചർ പറഞ്ഞത് അവിടെ 8 വയസ്സിനുള്ളിലുള്ള കുറച്ച് കുട്ടികളുള്ളൂ. അപ്പൊ ആ കുട്ടികളെ ഒരു ക്ലാസ്സിൽ ആക്കിയിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്.
8 വയസ്സ് വരെയുള്ള കുറച്ച് കുട്ടികളെ ഇക്ക് വേണ്ടിയിട്ട് തരാന്ന് പറഞ്ഞു അവര്. അപ്പൊ തിങ്കളാഴ്ച തൊട്ട് പോവാണ്. ഇനി അടുത്ത ടീച്ചർ ക്ലാസ് ചൊവ്വാഴ്ച അല്ലേ വരിക, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ശരി ശരി. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Okay, then sign out ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? So all the best for all those who are going for ഞാൻ ചെയ്യാം മാം. yes please. People will forget what you said. People will forget what you did. But people never forget how you made them feel. This quote gave a very beautiful message that we should not make someone feel bad in life, because how you make them feel is remembered by them for all life. They may forget your words or action, but will never forget how you treat them. Sign out my Maya Mercy. Thank you, ma'am. Okay, thank you so much. Thank you, ma'am. Have a nice day. Thank you, ma'am. 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 Bye. 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 Thank you, bye. ഹെലൻ കെല്ലറുടെ സ്റ്റോറി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഏത് ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ഉള്ള ക്ലാസ്സിൽ ഞാൻ ചെയ്യണ്ട്. Okay, fine.